കേരളത്തിലെ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ ആകെയുള്ള 20-ൽ 2 മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളാണ്. അതിലൊന്ന് തിരുവിതാംകൂർ മേഖലയിലുള്ള മാവേലിക്കരയും 2 മലബാർ മേഖലയിലുള്ള ആലത്തൂരും. മാവേലിക്കരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവിടെ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നപ്പോൾ അവിടെയുള്ള ആളുകൾക്കാർക്കും ഒരു പുതുമയില്ല. കാരണം അദ്ദേഹം ആവർത്തിച്ച് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നതായ ഒരു പാർലമെന്റേറിയനാണ്. അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും സീനിയറായ ഒരു പാർലമെന്റ് അംഗം എന്ന രീതിയിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പാർട്ടി കൊടുത്തിട്ടുണ്ട്. പാർട്ടി ചീഫ് വിപ്പ് എന്ന് പറയുന്ന പദവി പോലും കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. KSUവിലൂടെ വളർന്ന് യൂത്ത് കോൺഗ്രസിലൂടെ പ്രവർത്തിച്ച് മുതിർന്ന കോൺഗ്രസിലെത്തിയ ഒരു പ്രഗത്ഭനായ സംഘാടകനും പൊതുപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമാണ് എന്ന് എല്ലാവരും ഇതിനോടകം തന്നെ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ 61,338 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് അദ്ദേഹത്തിന്റെ എതിരാളിയായ CPIയിലെ ചിറ്റയം ഗോപകുമാറിനെ പരാജയപ്പെടുത്തിയത്. ചിറ്റയം ഗോപകുമാർ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംവരണ നിയമസഭാ മണ്ഡലമായ അടൂരിൽ നിന്ന് വിജയിക്കുകയും അദ്ദേഹം ഇപ്പോൾ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ നേരിടുന്നത് CPIയിലെ തന്നെ VA അരുൺകുമാർ എന്ന് പറയുന്ന ഒരു യുവ സ്ഥാനാർത്ഥിയാണ്. ഈ CA അരുൺകുമാർ താരതമ്യേന വളരെ ചെറുപ്പമാണ്. ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന് പോലും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. CPIയുടെ വിദ്യാർത്ഥി വിഭാഗമായ AISFലൂടെ വളർന്ന് AIYFൽ പ്രവർത്തിച്ച് CPIയുടെ ഒരു മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് അരുൺകുമാർ കുറെ വർഷങ്ങളായി മാവേലിക്കര മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പുതുമുഖം എന്ന രീതിയിൽ പൊതുവെ ആളുകൾ കൗതുകത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാണുന്നത്. പരിണത പ്രജ്ഞനായ കൊടിക്കുന്നിൽ സുരേഷിനോട് ഏറ്റുമുട്ടാൻ തക്കതായ സീനിയോറിറ്റിയോ പാരമ്പര്യമോ പ്രായമോ പക്വതയോ ഒന്നും അദ്ദേഹത്തിന് താരതമ്യേന കുറവാണ് എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവുകയില്ല. മാവേലിക്കര മണ്ഡലത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ തുടങ്ങിയതായ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി കൊല്ലം ജില്ലയിലെത്തി കുന്നത്തൂർ, പത്തനാപുരം, അടൂർ തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് മാവേലിക്കര നിയോജക മണ്ഡലം. അവിടെ തീരപ്രദേശത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. കുട്ടനാട് പാക്കേജ് എന്ന് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാക്കേജിനെ കുറിച്ച് അവിടെ ധാരാളം ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ, കുട്ടനാടിന്റെ ഹൃദയഭാഗത്തൂടെ പോകുന്ന റോഡിന്റെ പുനരുദ്ധാരണം, ഈ തരം കാര്യങ്ങളിലൊക്കെ വർഷങ്ങളായി കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിന്റെ ഫലമായി ധാരാളം പദ്ധതികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്നതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അവിടെ നിഷേധാത്മകമായ ഒരു സമീപനം ഒരു ചെറിയ വിഭാഗം ആളുകൾ കാണിക്കുന്നത്
കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവർത്തിച്ചുള്ള മത്സരമാണ്. പലരും സ്വകാര്യമായി ചോദിക്കുന്ന ഒരു പുതിയ സ്ഥാനാർത്ഥിയെ, ഒരു യുവ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ എന്തുകൊണ്ട് UDF തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടെ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല UDFൽ അവിടെ ഒരു യുവ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാൻ. അതൊരു സംവരണ മണ്ഡലമായതുകൊണ്ട് UDFനെ ആളെ കണ്ടെത്തുന്നതിന് ധാരാളം പരിമിതികളുണ്ട്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടുകൂടെ UDFനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല എന്നുള്ളത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ CPIക്ക് അനുവദിച്ച് ലഭിച്ചതായിട്ടുള്ള 4 മണ്ഡലങ്ങളിൽ ഒരു പ്രധാന മണ്ഡലമായി തന്നെയാണ് CPI മാവേലിക്കര മണ്ഡലത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPI വളരെ ആലോചിച്ച് അവരുടെ കൂട്ടത്തിൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ചുറുചുറുക്കുള്ള യുവത്വമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മാവേലിക്കരയിൽ അവർ നിർത്താനായി തീരുമാനിച്ചത്. അവിടെ മൂന്നാമത് സ്ഥാനാർത്ഥിയായി NDA മുന്നണിയുടെ ബൈജു കലാശാല എന്നയാളും അവിടെ മത്സരിക്കുന്നുണ്ട്. ഈ ബൈജു കലാശാല ഈ അടുത്ത കാലത്താണ് BJPയിൽ ചേർന്നത്. അദ്ദേഹം കോൺഗ്രസിലെ ഒരു വളരെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചാണ് ഈ അടുത്ത കാലത്ത് BJPയിൽ ചേർന്നതും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന്റെ പ്രത്യുപകാരമായി BJP NDA മുന്നണി മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയതും. ബൈജു കലാശാല കോൺഗ്രസിനകത്ത് നന്നായി പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് മാവേലിക്കര മണ്ഡലത്തിൽ ഒരു അപരിചിതനല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തുള്ള കൂറുമാറ്റം അദ്ദേഹത്തിന് എത്ര ഗുണം ചെയ്യുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ പറയാനായി സാധിക്കുകയുള്ളൂ. അവിടെയും ഒരു ത്രികോണ മത്സരം എന്ന് ആരും തന്നെ പറയുന്നില്ല. പൊതുവെ കേരളത്തിൽ നമ്മൾ എല്ലാവരും ആവർത്തിച്ചു പറയുന്നത് പോലെ 1 2 മണ്ഡലം ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും UDFും LDFും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. LDFും UDFും തമ്മിലാണ് യഥാർത്ഥത്തിലുള്ള മത്സരം എന്നുള്ളത് പൊതുവെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ 1 2 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ട് എന്ന് പറയാം. എന്നാൽ മാവേലിക്കരയിൽ ഒരു ത്രികോണ മത്സരമുണ്ട് എന്ന് പറയാനായി സാധ്യമല്ല. അവിടെ ഈ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺകുമാറും UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷും തമ്മിൽ തന്നെയാണ് മത്സരം. കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പരിചിതപ്രദനായ ഒരു പാർലമെന്റേറിയനാണ്. വർഷങ്ങളുടെ പരിചയമുണ്ട്. ഡൽഹിയിൽ നല്ല സ്വാധീനമുണ്ട്. പാർട്ടിയിൽ നല്ല അംഗീകാരമുണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് പ്രത്യേകമായ വൈഭവമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ മാവേലിക്കരക്കാർക്ക് അദ്ദേഹത്തെ വിസ്മരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഒരു പക്ഷേ അവർ LDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു പോയാൽ അതും അസാധാരണം എന്ന് പറയുക വയ്യ. മാവേലിക്കരയിലെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം, അതിലെ പോകുന്നതായുള്ള ട്രെയിനുകളുടെ സ്റ്റോപ്പുകളൊക്കെ അവിടെ അനുവദിച്ചെടുക്കുന്നതിനുള്ള ശ്രമമൊക്കെ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മാവേലിക്കര അദ്ദേഹം പാർലമെന്റ് സ്ഥാനാർത്ഥിയായി വിജയിച്ചത് മുതൽ ആ നഗരത്തിന്റെ മുഖഛായ മാറ്റുന്നതിനായി ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷന്റെ വികസനം അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിലെ പോകുന്നതായ ട്രെയിനുകൾക്ക് മുൻപില്ലാത്തതായ സ്റ്റോപ്പുകൾ അനുവദിച്ചു കിട്ടുന്നതിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ ആ മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലയായിട്ടുള്ള പത്തനാപുരം, കൊട്ടാരക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ അവിടുത്തെ ഹൈവേയുടെ പ്രവർത്തനങ്ങളിൽ, തമിഴ്നാട്ടിലേക്കുള്ള ഹൈവേയുടെ നിർമ്മാണങ്ങളിലൊക്കെ അദ്ദേഹം ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ വികസിപ്പിക്കുന്നതിന് നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ മാവേലിക്കര മണ്ഡലത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നന്നായി പരിചയമുള്ള കോണും മൂലയും തിരിച്ചറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് കൊടിക്കുന്നിൽ സുരേഷ്.
അരുൺകുമാർ ഒക്കെ ഇനിയും വളരെ പ്രയത്നിച്ചാൽ മാത്രമേ അതുപോലെ ഈ മണ്ഡലത്തിൽ അടയാളപ്പെടുത്താനായി ആവുകയുള്ളൂ. അദ്ദേഹത്തിന് പല നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോഴും അത്ര പരിചയമുള്ളതല്ല. കോന്നി, അടൂർ തുടങ്ങിയതായിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി വരുമ്പോൾ ഈ 3 ജില്ലകളെയും സ്പർശിക്കുന്നതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൊക്കെ കൊടിക്കുന്നിൽ സുരേഷിനെ കുറെ കൂടെ എളുപ്പത്തിൽ ഇടപെടാനായി സാധിക്കുമെന്നുള്ള സൗകര്യമുണ്ട്. അത് കണക്കിലെടുക്കുകയാണെങ്കിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവർത്തിച്ചുള്ള വിജയവും തള്ളിക്കളയാവുകയില്ല. എന്നാലും CPI അവിടെ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. CPM-ഉം അവരെ കാര്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ പേരിന് മാത്രം അല്പസ്വല്പമൊക്കെ മാണി കോൺഗ്രസിന്റെ ചില അംശങ്ങൾ അവിടെ ഉണ്ട്. അവരുടെ പിന്തുണയും അരുൺകുമാറിന് ലഭിക്കും എന്ന് വേണം കരുതാൻ. എന്തായാലും നല്ലൊരു മത്സരം തന്നെയാണ് മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. ഇത്രയും വ്യാപിച്ച് 3 ജില്ലകളിലായി കിടക്കുന്ന ഈ മണ്ഡലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരിചയസമ്പന്നനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടണം എന്ന് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതുമുഖമാണോ അവർക്ക് വേണ്ടത്, അതോ അനുഭവ സമ്പത്തുള്ള, പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു പഴയ മുഖമാണോ വേണ്ടത് എന്നത് ഒരു വലിയ ചോദ്യമാണ് അവരുടെ മുൻപിൽ. അതിന്മേലുള്ള തീരുമാനം ഉണ്ടാകാൻ നമുക്ക് ഏകദേശം 2 മാസത്തോളം, ജൂൺ മാസം 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്.